വീട് എന്ന് പറയുന്നത് ചുമരുകൾ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ചുമരില്ലെങ്കിൽ വീടില്ല. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ ഇല്ലെങ്കിൽ കുടുംബമില്ല. എന്ന് വെച്ചാൽ ചുമരുകൾ കൊണ്ട് വീട് നിർമ്മിക്കുന്നത് പോലെ കുടുംബാംഗങ്ങൾ കൊണ്ട് കുടുംബം നിർമ്മിക്കുന്നത് ഒരു വിദ്യ തന്നെയാണ്. അപ്പോൾ കുടുംബത്തിലുള്ള അംഗങ്ങളെ അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുക, അവരോട് സ്വാതന്ത്ര്യമായിട്ട് ഒന്ന് സംസാരിക്കുക, അവരുമായിട്ട് സമ്പർക്കം പുലർത്തുക, അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ പരിഹാരം കണ്ടെത്തുക, പിന്നെ സംസാരിക്കാൻ അനുവദിക്കുക, അവർ പറയുന്നത് കേൾക്കുക. പിന്നെ ഇതുപോലെ തന്നെ സ്വയം ഒരാളോടൊപ്പം നിൽക്കാനുള്ള സമയം കണ്ടെത്തുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾക്ക് ഉള്ള പരിഹാരം കണ്ടെത്താനും പറ്റും. അതുപോലെ പ്രശ്നങ്ങളുടെ തീവ്രത കുറയുകയും ചെയ്യും. എന്ന് വെച്ചാൽ പ്രശ്നം ലഘൂകരിക്കപ്പെടും എന്നാണ് അർത്ഥം. അപ്പോൾ കുടുംബം എന്നത് ഒരു ഭംഗിയായ ഒരു പശ്ചാത്തലമായി മാറും. അതുപോലെ തന്നെ പ്രത്യേകം ഇത്തരം കുടുംബങ്ങളുണ്ടെങ്കിൽ ഇത്തരം രീതിയിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ നമ്മൾ സംസാരിച്ച് ഒരാളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി, ഒരാളുടെ അവസ്ഥ മനസ്സിലാക്കി, ഒരാൾ അതായത് പരസ്പരം കുറ്റങ്ങൾ പറയാതെ എല്ലാവരെയും സ്വാതന്ത്ര്യഭാവത്തോടെ സംസാരിച്ച് സ്വാതന്ത്ര്യഭാവത്തോടെ കണ്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമ്പോൾ നമുക്ക് ഒരു ആത്മഹത്യ എന്ന ഒരു ചിന്ത ഒട്ടും വരില്ല എന്നതാണ് സത്യം. ഇനി ജീവനുള്ളിടത്തോളം കാലം നമ്മൾ ഇത്തരം അംഗങ്ങളുമായി സംസാരിക്കുക, ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് കാണാനും കേൾക്കാനും ഒന്നടുത്തു പോയി ഇരിക്കാനും സംസാരിക്കാനും ഒരുപാട് കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യാനും നമുക്ക് പറ്റും. അതല്ലാതെ ജീവൻ ഒടുങ്ങിയിട്ട് പിന്നെ അയ്യോ അയാളൊന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ, അല്ലെങ്കിൽ ആ അമ്മ പോയല്ലോ, അല്ലെങ്കിൽ ആ കുട്ടി പോയല്ലോ, ഒരു നോക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നും വിചാരിച്ച് ഉള്ള കാലം മുഴുവൻ നമ്മൾ വൃഥാവാക്കി പിന്നെ അതിലൂടെ നമ്മൾ ഒരുപാട് സങ്കടം കണ്ടെത്തുന്നു. ഇതൊക്കെ അവോയ്ഡ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലത്. നമസ്കാരം.